ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറക്കാത്തതോ ആയ അരിപ്പൊടി നമുക്ക് എടുക്കാവുന്നതാണ്. കടയിൽ നിന്നും വാങ്ങുന്ന അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെയുള്ള അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ചിരകിയതാണ്. ഒരു ചെറിയ ബൗൾ നിറയെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകുമ്പോൾ ആ തേങ്ങയുടെ ആ കറുത്ത ഭാഗം വരാതെ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാകട്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇഡലി മാവിൻ്റെ ഒക്കെ പരുവത്തിലൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വളരെ കുറച്ച് മധുരം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം അരിപ്പൊടിയാണ്, പിന്നെ തേങ്ങയുമാണ്. തേങ്ങ ചെറിയ രീതിയിലൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. ആ രീതിയിൽ താണ്ട ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തരിതരിപ്പോട് കൂടി ചെറിയ തരികളോട് കൂടിയാണ് അരച്ചെടുത്തേക്കുന്നത്. ഒരുപാട് വെള്ളമായി പോകരുത്. വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം നല്ല രീതിയിൽ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഏത്തപ്പഴമാണ്. ഞാൻ അധികം പഴുത്ത് പോകാത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് കീറി ഇതുപോലൊന്ന് കൊടുത്ത ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 ഏത്തപ്പഴവും നമുക്ക് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2ഓ 3ഓ ഏത്തപ്പഴം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മുടെ മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് തന്നെ കുറച്ചുകൂടി നമ്മുടെ അരിപ്പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ട് മാവ് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാൻ ഏത്തപ്പഴം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് നമുക്കിത് ആവശ്യമായിട്ട് വരും. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 2-3 ഏലക്ക കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന ഏത്തപ്പഴം ഉടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എള്ളാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കി വെക്കുമ്പോഴേ ഈ എള്ളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതിനുവേണ്ടി ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമ്മളിതിലേക്ക് ഈസ്റ്റോ ഈനോയോ ബേക്കിംഗ് സോഡയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പ്ലേറ്റിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആവിയിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇത് നല്ലതുപോലെ ഇത് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നെയ്ക്ക് പകരം നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. നന്നായിട്ട് ഇതുപോലെ നെയ്യോ വെളിച്ചെണ്ണയോ നമ്മുടെ പാത്രത്തിൽ നല്ലതുപോലെ ഒന്ന് തടവി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് ഇളകി കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലും ഒന്ന് വരുന്ന രീതിയിൽ ഞാനത് നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് എള്ളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴേ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ഏത്തപ്പഴം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി പോകും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വളരെ പതുക്കെ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ ഈ എടുത്തേക്കുന്ന പ്ലേറ്റിൽ നിറച്ച് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് പ്രത്യേകിച്ച് പൊങ്ങിയൊന്നും വരില്ല. നമ്മൾ എത്രത്തോളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നോ അത്രത്തോളം തന്നെ ഇത് കാണത്തുള്ളൂ കേട്ടോ. നമ്മളിതിനകത്ത് ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് പൊങ്ങിയൊന്നും വരില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇത് കഴിക്കാനായിട്ട്. ഇനി ഇത് ചെറിയ രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തിളയ്ക്കാറായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റാൻഡിന് പകരം നമ്മുടെ കയ്യിലെ ചെറിയ പാത്രം വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. പക്ഷേ ഇത് വെച്ച് കൊടുക്കുമ്പോൾ നേരെ തന്നെ വെച്ച് കൊടുക്കണം, ചരിഞ്ഞൊന്നും ഇരിക്കരുത്. കാരണം നമ്മൾ പ്ലേറ്റ് ഇതിലേക്ക് വെക്കുമ്പോഴേ മാവ് ഒരു സൈഡിലോട്ട് അങ്ങ് പോകും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്.
ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാവുന്നതാണ്. ഇടയ്ക്ക് നമുക്കൊന്ന് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാവുന്നതാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇതാ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പലഹാരം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് പാത്രത്തിൽ നിന്നും ഇളക്കി മാറ്റാവൂ. ഇതിൻ്റെ സൈഡൊക്കെ ഇപ്പോൾ തന്നെ വിട്ട് വന്നിരിക്കുകയാണ്. എങ്കിലും ഞാൻ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഈ സൈഡൊക്കെ ഒന്ന് വിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ചൂടായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് സ്റ്റിക്കി ആയിട്ടിരിക്കും. കുറച്ച് തണുത്ത് കഴിയുമ്പം അതൊക്കെ മാറിയിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഏത്തപ്പഴവും അതുപോലെ തന്നെ എള്ളും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കാണാൻ ആ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ്. നമ്മുടെ വീട്ടിൽ ഏത്തപ്പഴമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ 1-2 എണ്ണമൊക്കെ ഇതുപോലെ അധികം വരികയാണെങ്കിൽ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ലതുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത്. ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അപ്പോൾ ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. ഇതേ രീതിയിൽ നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് കിസ്മസും അതുപോലെ തന്നെ നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.